കത്ത് വന്നിരിക്കുന്ന വയനാട്ടിൽ നിന്നാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഇവിടെ ഒരു 20 സെൻറ്റ് സ്ഥലം ഞാൻ വിലയ്ക്ക് വാങ്ങി അവിടെ ഒരു വീട് പണിയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അതനുസരിച്ചൊരു പ്ലാനും വരച്ചിട്ടുണ്ട്. ഇതിലെന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്ന് ദയവായി പറഞ്ഞു തരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവരെ ഈ വീടിൻ്റെ പ്ലാനിൽ ഇവർ ഓൾറെഡി നേരത്തെ ഒരു വീട് നിന്നിരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ഓൾറെഡി ഇതിൻ്റെ അകത്തൊരു കിണറിനില്ലെന്ന് നിൽപ്പുണ്ട്. അപ്പം ഇപ്പം നിൽക്കുന്ന കിണറിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ഇതിൻ്റെ കിഴക്കുടക്ക് ഭാഗത്താണ്. ആ കിണർ മാറ്റേണ്ട കുഴപ്പമൊന്നുമില്ല, മാറ്റേണ്ട കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഈ കിഴക്കുടക്ക് ഭാഗത്ത് ഒരു വഴിമുട്ട് കൊണ്ടുള്ള ഒരു വഴിമുട്ടിൻ്റെ പ്രോബ്ലമായിട്ട് കാണുന്നുണ്ട്. അത് കിഴക്കുടക്ക് ഭാഗത്ത് വഴിമുട്ട് വരുന്നതുകൊണ്ട് നമുക്ക് ദോഷമൊന്നുമില്ല. അത് സാമ്പത്തികപരമായിട്ടുള്ള നേട്ടവും കുട്ടികൾക്ക് ഉയർച്ചയും സാമ്പത്തിക പുരോഗതിയൊക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് വഴിമുട്ടിൻ്റെ ഒരു ദോഷമായിട്ട് എനിക്ക് പറയാനില്ല, അത് നല്ലതാണ്. കിഴക്കുടക്ക് ഭാഗത്ത് വഴിമുട്ട് വരുന്നത് നല്ലതാണ്. എന്നാൽ ചില ഏരിയയിൽ വഴിമുട്ട് വരുന്നത് ദോഷമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ചുറ്റളവിൻ്റെ ഭാഗത്ത് എനിക്ക് കുഴപ്പമായിട്ട് കാണുന്നില്ല. ബെഡ്റൂമിൻ്റെ അളവുകൾ കറക്റ്റാണ്, രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ അളവുകൾ കറക്റ്റാണ്, മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ അളവുകളും കറക്റ്റാണ്. അതുപോലെ തന്നെ കിച്ചൺ കൊടുത്തിരിക്കുന്നതിൻ്റെ അളവ് തെറ്റാണ്. കാരണം കിച്ചൺ അളവ് തെറ്റ് വരാൻ പാടില്ല എന്നാണ്. അപ്പം കിച്ചൻ്റെ അളവ് കൂടി കൃത്യമാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ എപ്പോഴും നമ്മുടെ ബെഡ്റൂമിനേക്കാളും വലിയ കിച്ചൺ വരാൻ പാടില്ലെന്നാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഇതിനകത്ത് എനിക്ക് പ്രശ്നമായിട്ട് പറയാനുള്ളത് ഭൂമി സംബന്ധമായിട്ട് ചില പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. അപ്പം ഇവർ ഈ വിലയ്ക്ക് വാങ്ങിയ പ്ലോട്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാണിച്ചാൽ ഇവർ വീട് വാങ്ങിക്കുന്നതിന് മുമ്പ് പ്ലോട്ട് സംബന്ധമായിട്ട് എന്തെങ്കിലും ദോഷമുണ്ടോ എന്നുള്ളത് നോക്കേണ്ടതായിരുന്നു. ഓൾറെഡി ഈ പ്ലോട്ട് ഇവർ വാങ്ങിക്കഴിഞ്ഞു. ഈ പ്ലോട്ട് സംബന്ധമായിട്ട് ചെറിയ ഇഷ്യൂസുകളുണ്ട്. അപ്പോൾ ആ വീട് പണിയുന്നതിന് മുമ്പായിട്ട് ഭൂമി സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ എന്താണോ അത് പൂർണ്ണമായ മാറ്റിയ ശേഷം വേണം കുറ്റിയടിച്ച് വീട് പണി സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. വാസ്തുവിൻ്റെ സംബന്ധമായിട്ട് വലിയ ഇഷ്യൂസുകളിൽ ഈ ഒരു കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോകുക. ഡെന്നി സാർ, നമ്മുടെ ഇതിൽ നമ്മൾ വീട് വെക്കാറുണ്ട്, അതുപോലെ ബെഡ്റൂമിൻ്റെ അളവ് തിരിക്കാറുണ്ട്. പക്ഷെ നമ്മളെപ്പോഴും ബെഡ്റൂമിൽ നമ്മൾ ഏത് വശത്തേക്കാണ് തല വയ്ക്കുന്നത് എപ്പോഴും നന്നായിരിക്കുക? ഹെഡ് പൊസിഷൻ ഏത് വശത്തായിരിക്കും നല്ലത്? കണശല്ലേ, ഒരു ബെഡ്റൂമിൽ ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും കിടക്കുന്ന വശം, ഇപ്പോൾ അതിലെ ഗ്രഹനാഥൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നോക്കുമ്പം അയാളുടെ ഭാഗ്യദിശ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈസ്റ്റ് ആയിരിക്കും, ചിലപ്പോൾ അയാളുടെ ഭാഗ്യദിശ എന്ന് പറയുന്നത് വെസ്റ്റ് ആയിരിക്കാം. അപ്പോൾ ഫെങ്ഷു അനുസരിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അവരവരുടെ ഭാഗ്യദിശ അനുസരിച്ച് തലവെച്ച് കിടക്കുന്നത് ബെറ്ററാണ്. ഇപ്പോൾ ഈസ്റ്റ് ഭാഗ്യദിക്കായിട്ട് ഇരിക്കുന്ന ഒരാൾക്ക് ഉപദിക്കുകളും ഉണ്ട്, അവർക്ക് ബെറ്റർ ആയിട്ടുള്ളത്. ആ ഉപദിക്കിലോട്ട് വേണമെങ്കിലും തലവെച്ച് കിടക്കാൻ പറ്റും. അതുപോലെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ അല്ലാതെ ജാതകം വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ചിലപ്പം തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെ ബെഡ്റൂമിൽ നമ്മൾ കിടക്കുന്നു. അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ബെഡ്റൂമിൽ നമ്മൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമ്മൾ അലമാരി വെച്ചെന്ന് വെച്ചു, അവിടെ നമ്മുടെ കാശൊക്കെ വെച്ചു നമ്മൾ കിഴക്കോട്ട് തല വെച്ചിട്ട് നമ്മൾ അതിലൂടെ ചവിട്ടി കിടക്കുകയാണെങ്കിൽ കാല് വെച്ച് ചവിട്ടി കിടക്കുന്നത് തുല്യമാവും. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന സാമ്പത്തിക അഭിവൃദ്ധി നമ്മൾ ചവിട്ടി കളയുക എന്ന് പറയും. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. രണ്ട്, നമ്മൾ വാസ്തു അനുസരിച്ച് നമ്മൾ പറയുമ്പം നമ്മൾ ഇപ്പം ഒരു മാഗ്നറ്റിക് കോമ്പസ് വെക്കുമ്പോൾ അത് നോർത്ത് സൗത്തിലല്ലേ നിൽക്കുന്നുള്ളൂ. അപ്പം തെക്ക് ഭാഗത്തു നിന്ന് നോർത്ത് ഭാഗത്തേക്ക് ഒരു എനർജി പാസ് ചെയ്യുന്നു. അപ്പം നമ്മൾ തെക്ക് ഭാഗത്തോട് തലവെച്ച് കിടക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ബെറ്ററാണെന്ന് പറയും. പക്ഷേ ഒരു കാരണവശാലും നമ്മൾ വടക്ക് ഭാഗത്തോട്ട് നമ്മൾ തലവെച്ച് കിടക്കാൻ പാടില്ല എന്ന് പറയും. കാരണം വടക്ക് ഭാഗത്തോട്ട് തലവെച്ച് കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ മാഗ്നറ്റിക് പവർ ഉള്ളതുകൊണ്ട് നമ്മുടെ ബോഡിയിലുള്ള ഇരുമ്പിൻ്റെ അംശമൊക്കെ തലച്ചോറിലോട്ട് വലിച്ചു കയറുകയും അപ്പം നമുക്ക് ചിലപ്പോൾ ഹൈപ്പർ ടെൻഷൻ ആയിരിക്കാം, ചിലപ്പം ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടായിരിക്കാം, അല്ലെങ്കിൽ തലവേദനകളായിരിക്കാം, അല്ലെങ്കിൽ കഫകെട്ട് വിട്ട് മാറുന്നില്ല എന്ന് പറയാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇറിറ്റേറ്റഡ് ആയിരിക്കാം നമുക്ക്, ചിലപ്പോൾ ഉറക്കം ശരിയാവണമെന്നില്ല. അപ്പം വടക്ക് ഭാഗത്തോട്ട് ഒരു കാരണവശാലും നമ്മൾ തലവെച്ച് കിടക്കാൻ പാടില്ല. ഈസ്റ്റ് ഭാഗത്തോട്ട് നമ്മൾ തലവെച്ച് കിടക്കുമ്പം നമുക്ക് നല്ല സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ച ഉണ്ടാവാം, അതുപോലെ നല്ല രീതിയിലുള്ള പ്രശസ്തി ഉണ്ടാവാം, ജോലിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരാം. അതുപോലെ കുട്ടികളൊക്കെ കിഴക്ക് ഭാഗത്തോട്ട് തലവെച്ച് കിടക്കുമ്പോൾ അവർക്ക് പഠിക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി ഓർമ്മയിൽ നിൽക്കുന്നതിനും മെമ്മറി കുറച്ചുകൂടി വർക്കാവുന്നതിനും ഒക്കെ അത് കാരണമാക്കി തരും. അപ്പം ഈസ്റ്റ് ഭാഗത്തോട്ട് തലവെച്ച് കിടക്കുമ്പോൾ നമുക്ക് ദോഷമൊന്നുമില്ല. തെക്ക് ഭാഗത്തോട്ട് തലവെച്ച് കിടക്കുമ്പോൾ ചില സ്ഥലത്തൊക്കെ തെക്ക് ഭാഗത്തോട്ട് തലവെച്ച് കിടക്കുന്നത് ഭയങ്കര പേടിയാണ്, കാരണം ഈ മനുഷ്യരെയൊക്കെ കിടക്കുന്നുണ്ട്. പക്ഷേ സൗത്തിലോട്ട് തലവെച്ച് കിടക്കുമ്പം ഇപ്പം ആർത്രൈറ്റിസ് സംബന്ധമായൊക്കെ അസുഖമുള്ളവർക്ക്, ഇപ്പം വാദ സംബന്ധമായ അസുഖങ്ങൾ ഒക്കെ ഉള്ളവർക്ക് ആ ഒരു അസുഖങ്ങളൊക്കെ കുറയുന്നതിന് കാണാൻ, കാരണം ചില കുറയല്ല കുറച്ചുകൂടി അവരൊരു റിലാക്സ് വരാനായിട്ട് സാധ്യതയുണ്ട് ചില. അപ്പം ഇത് ഈ മാഗ്നറ്റിക്കിൻ്റെ ഈ ഒരു പവർ കൊണ്ടാണ്, കാരണം കോടിയൊരു മസാജിങ് എഫക്റ്റാണ്. അപ്പം തെക്കോട് തലവെച്ച് കിടക്കുമ്പോൾ നമുക്ക് ദോഷമൊന്നുമില്ല. പിന്നെ ചില ആൾക്കാർക്ക് പേടിയാണ് തെക്കോട് തലവെച്ച് കിടക്കാൻ. പക്ഷേ ഇതിനകത്തൊരു കാര്യം എന്നറിയാം, നമ്മളൊരു കോമ്പസ് വെച്ച് നോക്കിയിട്ട് നമ്മൾ ആ ബെഡ്റൂം ഏത് ബെഡ്റൂമാണ് നമ്മൾ കിടക്കുന്നത് നോക്കുക. ആ ബെഡ്റൂമിൽ നമ്മളൊരു കോമ്പസ് വെച്ച് നോക്കുമ്പം ഈസ്റ്റും വെസ്റ്റ് നോർത്ത് സൗത്ത് എത്ര ഡിഗ്രി ചരിവിലാണെന്ന് നോക്കണം.
ഇപ്പോൾ ഒരുപാട് വിധിക്ക് പോലുള്ളിടത്താണ് നമ്മൾ സൗത്തിലൂടെ തലവെച്ച് കിടക്കുന്നത്, ഒരിക്കലും സൗത്തിലാവണമെന്നില്ല. മനസ്സിലായി. അപ്പം ദിശ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് എത്ര ഡിഗ്രി ചരിവിലാണ് ഈസ്റ്റ്, അപ്പോൾ എങ്കിലല്ലേ നമ്മൾ കിടക്കുന്നത് കറക്റ്റ് ആവത്തുള്ളൂ. ഓക്കെ ഓക്കെ. അപ്പോൾ സൗത്തിലോട്ട് തലവെച്ച് കിടക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ പടിഞ്ഞാറ് ഭാഗത്തോട്ട് തലവെച്ച് കിടക്കുന്നതുകൊണ്ട് നമുക്ക് ദോഷമൊന്നുമില്ല. പക്ഷെ ഒരു കാരണവശാലും നമ്മൾ നോർത്തിലോട്ട് തലവെച്ച് കിടക്കാറില്ല. കാരണം നോർത്തിലോട്ട് തലവെച്ച് കിടക്കുമ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഗുണമായിരിക്കില്ല കിട്ടുക, ദോഷമായിരിക്കും. അപ്പം ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ ഫെങ്ഷു അനുസരിച്ച് നമുക്ക് ഇതിനകത്ത് കുറച്ചുകൂടെയൊക്കെ നമുക്ക് നമ്മൾ കിടക്കുന്ന ഭാഗത്തെ എനർജൈസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈസ്റ്റ് ഭാഗത്ത് തലവെച്ച് കിടക്കുമ്പോൾ അതിനെ നമ്മൾ ബൂസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നമുക്ക് പുരോഗതി, സാമ്പത്തിക ഉയർച്ച ഒക്കെ ഉണ്ടാകാൻ പറ്റും. ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നന്ദി ഡെന്നിസ്.